കഴപ്പൊന്നല്ലാതെ എന്ത് പറയാ. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? അവരടുത്ത് ഞാനൊരു എമർജൻസി സിറ്റുവേഷൻ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാഷ്റൂമിൽ പോകണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനും ഒരുപാട് ട്രോളുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാത്റൂമിൽ പോകേണ്ടി വന്നത് കൊണ്ടാണ് 28,000 രൂപ ഫൈനും അടയ്ക്കേണ്ടി വന്നു. ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ. KSRTC ബസിന്റെ സൈഡ് ഗ്ലാസ് അടിച്ച് തകർത്ത സംഭവത്തിൽ യുവതി രംഗത്ത്. എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഇവിടെ ഒന്ന് നിർത്തി തരുമെന്ന് ചോദിച്ചു. സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് നിർത്തണമെന്നാവശ്യപ്പെട്ട് KSRTC സൂപ്പർ ഫാസ്റ്റിന്റെ സൈഡ് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് യുവതി. അടിയന്തരമായി ബാത്റൂമിൽ പോകേണ്ടി വന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. എനിക്ക് പോണം. അങ്ങനെ ഇപ്പൊ പോണ്ട, പോയില്ലെങ്കിൽ പ്രശ്നം. ഈ സമയത്ത് എമർജൻസി എക്സിറ്റ് ഉപയോഗിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. നിർഭാഗ്യ വച്ചാൽ കാര്യങ്ങൾ കയ്യിന്ന് പോയി. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാ. ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല, സംഭവത്തിൽ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ട്രോളുകളും അധിക്ഷേപങ്ങളും ഒക്കെ മാനസികമായി വേദനിപ്പിക്കുന്നു. ഇത് ഇന്നുകൊണ്ട് തന്നെ അവസാനിപ്പിക്കണം. ഇതിനെക്കുറിച്ച് ഇനി എന്നോടാരും ചോദിക്കരുത്. ഇത് കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസമാണ് വീഡിയോ വരുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സൈബർ ബുള്ളിയിങ് ആണ്.